ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്നുള്ള ഫിലിമിന്റെ അനാലിസിസ് ആണ്. അപ്പോൾ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന് പറഞ്ഞൊരു ജർമ്മൻ സൈലന്റ് ഹൊറർ ഫിലിമാണ്. വിത്തൗട്ട് എനി ഡയലോഗ്സ് ആണ് അതുള്ളത്. 1920 അത് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ഹൊറർ ഫിലിമിൽ തന്നെ ഒരു വൺ ഓഫ് ദി ഫസ്റ്റ് വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറിയെ നമുക്ക് പറയാം. ആൻഡ് അതുപോലെ തന്നെ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെന്റിനെ കാണിക്കുന്ന ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ട്രൂ ഹൊറർ ഫിലിം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ അത് എന്താ പറയുക, അതിന്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഹൊറർ ഫിലിം ആണെന്ന് അപ്പം നിങ്ങൾക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാം, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഹൊറർ ഫിലിംസ് ആകുമ്പോൾ അതിന്റെ വിഷ്വൽസ് എന്ന് പറയുന്നത് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ബാക്ക് ഡ്രോപ്സ് ആയിരിക്കും, ഹാർഷ് ലൈൻസ് ആണ്. അതുപോലെ തന്നെ ഷാഡോസ് ഒരുപാട് എംപ്ലോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫിലിമിൽ. ഷാഡോസ് എന്ന് പറയുമ്പോൾ ഷാഡോസ് എന്തിനാണ് കാണിക്കുന്നത്, ആ ഒരു ഡാർക്ക്നെസ് അറൌണ്ട് ദാറ്റ് ഫിലിമാണ് കാണിക്കുന്നത്. അപ്പം ഷാഡോസ് ആണ് എല്ലാവരും ഓൾമോസ്റ്റ് ഓൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഹൊറർ ക്രിയേറ്റ് ചെയ്യുന്ന എലിമെന്റ്സ് വരുമ്പോൾ ഫിലിമിനകത്ത് എല്ലാം ഷാഡോസ് ആണ് ഇവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെറിയൽ ആയിട്ടുള്ള, അതായത് ഒരു കുറച്ച് ഫാന്റസി പ്ലസ് റിയാലിറ്റി മിക്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നൈറ്റ് മേറിഷ് ആയിട്ടുള്ള, അതായത് ഈ നമുക്ക് ദുസ്വപ്നത്തിൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് ഷേപ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തുള്ള കൈൻഡ് ഓഫ് ഹൊററാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫിലിമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നീക്സ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്വേർഡ് മഞ്ച് ഉണ്ടല്ലോ, സ്ക്രീൻ പെയിന്റിങ് ചെയ്ത അദ്ദേഹത്തിന്റെയും പിക്കാസോടെയൊക്കെ കുറച്ച് ആർട്ട് ടെക്നീക്സ് അവരിതിനകത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അത് എഴുതിയത് ഹാൻസ് ജാനോവിറ്റ്സും കാൾ മേയറും കൂടിയാണ് ഇത് എഴുതിയത്. ഓക്കെ, അപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അതോറിറ്റി, ആ അതോറിറ്റി വളരെ ബ്രൂട്ടലാണ്, വളരെ ഇൻസൈൻ ആണ്. ആ അതോറിറ്റി എങ്ങനെയാണ് അതിന്റെ കീഴിൽ വരുന്ന ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് അവരുടെ ഫാന്റസി പിന്നെന്താ പറയുക കൊണ്ടുവരാൻ വേണ്ടി ഈ ആളുകളെ എങ്ങനെ ഒരു പാവ കളി പോലെ അല്ലെങ്കിൽ പപ്പറ്റ് പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അതായത് ഒരു ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആവാം. ഈ അതോറിറ്റീസ് എങ്ങനെയാണ് ഇതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അവരുടെ താഴേക്കിടയിൽ കിടക്കുന്നവരെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് സിസേർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ആ സിസേർ എന്ന് പറയുന്ന ഒരു സോംനാംബുലിസ്റ്റ് ആണ്. അതായത് അയാൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. അയാൾക്ക് കുറച്ച് മെന്റൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അയാളെന്ന് പറയുന്നത് ഒരു സോൾജിയർ പോലെയാണ് ഇതിനകത്ത്. ഈ ഡോക്ടർ കാലിഗറി എന്ന് പറഞ്ഞ ആളുടെ ഒരു സോൾജിയറാണ് ഈ സിസേർ എന്ന് പറയുന്ന ആള്. അയാൾ ഡോക്ടർ കാലിഗറി ഡോക്ടർ എന്ത് പറയുന്നു ഇയാൾ അതുപോലെ അങ്ങ് ചെയ്യും, ഒരു ക്വസ്റ്റ്യനും ചോദിക്കാതെ. അപ്പൊ ഈ ഒരു മിസ്റ്റീരിയസ് ആണ് ഡോക്ടർ കാലിഗറി എന്ന് പറയുന്നത്. അയാളൊരു റൂറൽ ജർമ്മൻ വില്ലേജിൽ വരികയും അയാളുടെ കൂടെ നമ്മുടെ ഈ കമ്പാനിയൻ ആയിട്ടുള്ള സിസേറി വരികയും, അപ്പൊ ഈ മനുഷ്യൻ എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി നടക്കുന്നതുകൊണ്ട് ഈ മാസ്റ്റർ എന്ത് കമാൻഡ് ചെയ്യുന്നു അയാൾ അതുപോലെ തന്നെ അങ്ങ് പോയി ചെയ്യും. അപ്പൊ ഇയാൾ മാസ്റ്റർ പറയാണ് ആരെങ്കിലും പോയി കൊല്ലണമെന്ന് വെച്ചാൽ ഇയാൾ പോയി കൊല്ലും. അങ്ങനെ ഇയാളൊരു സീരീസ് ഓഫ് മേർഡേഴ്സ് അങ്ങ് നടത്തും. അപ്പം ഈ ഡോക്ടറും ഈ ഡോക്ടറിന്റെ സ്ട്രേഞ്ച് അസിസ്റ്റന്റും വന്നതിന് ശേഷമാണ് ഇവിടെ മേർഡേഴ്സ് നടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് ഈ ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെന്റ് ജർമ്മനിയിൽ കൊണ്ടുവന്ന ഒരു ഫിലിമാണിത്. അതായത് ആർട്ടിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഫിലിമിലെ എക്സ്പ്രഷനിസം കൊണ്ടുവന്നത് ഇവരാണ്. ഒരു ഹാഫ് ഫാന്റസി ഹാഫ് റിയാലിറ്റി വേൾഡാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്സിന്റെ അറ്റൻഷൻ വളരെയധികം കിട്ടിയിട്ടുണ്ട്. ഷാഡോസ് ആണ് ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഡ്രമാറ്റിക് ആയിട്ടും ഈ ഷാഡോ ലൈറ്റ്സും അതുപോലെ തന്നെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സെറ്റൊക്കെയാണ് ഇവർ സിനിമയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഹൊറർ അല്ലെങ്കിൽ ഈ ഒരു ഹൊറർ എലിമെന്റ് അല്ലെങ്കിൽ ടെറർ എലിമെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിന്റെ സമ്മറിയിലോട്ട് കുറച്ചും കൂടെ ഒന്ന് കടക്കാം. അപ്പം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റോബർട്ട് വെയിൻ ആണ്. എഴുതിയിരിക്കുന്ന ആരാണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഞാനിപ്പോൾ നേരത്തെ പറയുകയും ചെയ്തു. അപ്പം ഈ ഒരു ഡോക്ടർ കാലിഗറി എന്ന് പറയുന്ന ആളൊരു ഹിപ്നോട്ടിസ്റ്റ് ആണ് കേട്ടോ. അതായത് അയാൾക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ അറിയും. എന്നിട്ട് ആളുകളെ അത് വെച്ചിട്ട് അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. മേർഡേഴ്സ് ഒക്കെയാണ്. ഒരു ഡാർക്ക് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിലാണിത്. അപ്പൊ നമുക്ക് അതിന്റെ സമ്മറിയിലോട്ട് നോക്കാം. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ 1 ആ ഒരു മിലിറ്ററിയിൽ എന്തൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്തൊക്കെ സംഭവിച്ചു അതിനെയൊക്കെ കുറച്ച് എലിമെന്റ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും നമുക്ക്. ആ ഒരു ഹൊററും ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനൊരു പ്രൊലോഗ് ഉണ്ട്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു എപ്പിലോഗ് ഉണ്ട്, അതായത് ഒരു കൺക്ലൂഷൻ ഉണ്ട്, ഒരു വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള എൻഡിങ് ആണ് ഇതിനുള്ളത്. അപ്പം നമുക്ക് പ്ലോട്ടിലോട്ട് കടക്കാം. അപ്പം ഒരു പാർക്കില് ഫ്രാൻസിസ് ഇരിക്കുവാണ് ബെഞ്ചിൽ. ഒരു ക്യാരക്ടർ ഇരിക്കുവാണ് ബെഞ്ചിൽ. ഒരു ഓൾഡർ മാൻ ഉണ്ട് കൂടെ. ആൻഡ് അയാൾ കംപ്ലൈന്റ് ചെയ്യുവാണ്,
സ്പിരിറ്റ്സ്, അതായത് ആത്മാക്കൾ അയാളെ അയാളുടെ വീട്ടിൽ നിന്നും അയാളുടെ ഫാമിലിയിൽ നിന്നും അയാളെ ഓടിച്ചു എന്ന്. അങ്ങനെ ഓൾഡർ മാൻ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ പാസ് ചെയ്യും. ഫ്രാൻസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് അയാളുടെ ഫിയാൻസി ആണെന്ന് പറയുന്നു, അത് ജെയിൻ ആണെന്ന് പറയുന്നു. ആൻഡ് അവർ രണ്ടുപേരും നല്ല രീതിയിൽ സഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാണ്. ആൻഡ് പിന്നീട് കാണിക്കുന്ന എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് ആണ്, ഫ്രാൻസിസിന്റെ സ്റ്റോറിയുടെ ഫ്ലാഷ് ബാക്ക് ആണ്. അത് സംഭവിച്ചിരിക്കുന്നത് ഒരു വില്ലേജിലാണ്. ആ വില്ലേജിന്റെ പേരെന്ന് പറയുന്നത് ഹോൾസ്റ്റൺ വാൾ എന്നാണ്. HOLSTENWALL, ഹോൾസ്റ്റൺ വാൾ. അതൊരു ഷാഡോയി വില്ലേജ് ആണ്. അതായത് ഒരു ഇച്ചിരി ഒരു നമ്മൾ ഈ ഹൊറർ സിനിമയിലൊക്കെ കാണത്തില്ലേ, എങ്ങനെയായിരിക്കും അതിന്റെ അറ്റ്മോസ്ഫിയർ, ഒരു ഇച്ചിരി വിയേർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ട്വിസ്റ്റഡ് ബിൽഡിങ്സും ഈ സ്ട്രീറ്റ്സ് ഒക്കെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന സ്ട്രീറ്റ്സ് ഒക്കെയാണ്, സ്പൈറൽഡ് സ്ട്രീറ്റ്സ് ഒക്കെയാണ്. ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആലനും ജെയിനിന്റെ അഫെക്ഷന് വേണ്ടി ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അവര് ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പൊ പറയുന്നത്. അവര് ടൗണിന്റെ ഫെയറിൽ, അതായത് ഈ ഫെസ്റ്റിവൽസ് പോലെ കാണുമല്ലോ, ടൗൺ ഫെയറിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഒരു മിസ്റ്റീരിയസ് മാൻ, ഡോക്ടർ കലിഗറി എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് മാൻ അവിടെ വരികയും അവിടെ ഒരു ഷോ ഇറക്കാൻ ഇയാൾ തീരുമാനിക്കുകയും ചെയ്യുവാണ്. അതായത് എന്തോ ഒരു ടൗൺ ഫെയർ അല്ലേ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഷോ ഇയാൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡോക്ടർ കാലിഗറി. അതിനുവേണ്ടി ഡോക്ടർ കാലിഗറി അവിടുത്തെ ടൗൺ ക്ലർക്കിന്റെ കയ്യിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചു. അങ്ങനെ ഡോക്ടർ കലിഗറിയുടെ കൂടെ വരുന്ന ഒരു മനുഷ്യനാണ് സിസേറി. അതാണ് നമ്മുടെ സോംനാംബുലിസ്റ്റ്, അപ്പോൾ ഡോക്ടർ കാലിഗറിയുടെ അസിസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്ലർക്ക് എന്ത് ചെയ്യുവാണ്, കാലിഗറിയെ നല്ല രീതിയിൽ കളിയാക്കും. പക്ഷെ അവസാനം പെർമിറ്റ് കൊടുക്കും. ആ ഒരു ഷോ എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ പെർമിറ്റ് കൊടുക്കും. ആ രാത്രി ക്ലർക്കിനെ ആരോ കുത്തിക്കൊല്ലും അയാളുടെ ബെഡിൽ വെച്ച്. അപ്പം നമുക്കറിയാം ആരായിരിക്കും, നമുക്ക് നേരത്തെ സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ആരാണ് ഡോക്ടർ കാലിഗറി. നമ്മുടെ സിസേറി എടുത്ത് പറഞ്ഞ് കൊന്നതാവും എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അയാളെ കളിയാക്കിയും വളരെ റൂഡായിട്ടും ഒക്കെ ടൗൺ ക്ലർക്ക് പെരുമാറി പെർമിറ്റ് ചോദിച്ചു പോയപ്പോൾ. നെക്സ്റ്റ് മോർണിംഗ് ഫ്രാൻസിസും അലനും കൂടി കാലിഗറിയുടെ ആ ഷോ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോഫിൻ തുറക്കുവാണ്, അതായത് നമ്മുടെ ശവപ്പെട്ടി പോലെ ഒരു ബോക്സ് തുറക്കുവാണ്. ആ ശവപ്പെട്ടിക്കകത്ത് സിസേറി കിടന്നുറങ്ങുവാണ്. കാലിഗറി ഓർഡർ ചെയ്യുമ്പോൾ സിസേറി എഴുന്നേക്കും, ഓഡിയൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി പറയും. അപ്പോൾ ഫ്രാൻസിസ് അപ്പം ഇവർ രണ്ടുപേരും വിചാരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. അപ്പോൾ അലൻ ചോദിക്കും, ഞാൻ എത്ര നാൾ വരെ ജീവിച്ചിരിക്കുമെന്ന് ചോദിക്കും. അലനെ പേടിപ്പിച്ചുകൊണ്ട് സിസേറി പറയും, ടൈം വളരെ ഷോർട്ടാണ്, നീ ഇന്ന് വൈകുന്നേരം എന്തായാലും മരിച്ചിരിക്കും എന്ന് പറയും. അപ്പോൾ ലേറ്റർ ദാറ്റ് നൈറ്റ് ഒരു അലന്റെ വീട്ടിൽ ആരോ ഇടിച്ചു കയറി അവനെ കൊന്നു. അപ്പോൾ ഫ്രാൻസിസിന് വളരെയധികം വിഷമമാവും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അലന്റെ മേർഡറിനെ. അത് ജെയിനിന്റെ ഹെൽപ്പോട് കൂടിയും ജെയിനിന്റെ ഫാദർ ആയിട്ടുള്ള ഡോക്ടർ ഓൾസന്റെ ഹെൽപ്പോട് കൂടിയുമാണ് ഇദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ഓൾസൺ എന്ന് പറയുന്ന പോലീസ് ഓതറൈസേഷനൊക്കെ, അതായത് പോലീസുകാരുടെ നല്ല ബന്ധമായിട്ടും ഇവർ ഇത്രയും പേരും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാണ് ആരെ, നമ്മുടെ സിസേറിയെ. അപ്പം ആ രാത്രിയിൽ ഒരു പോലീസുകാർ ഒരാളെ പിടിക്കുന്ന കണക്ക് ഒരാളെ പിടിച്ചു. അയാളുടെ കയ്യിൽ നൈഫുണ്ട്. അപ്പോൾ ഒരു എൽഡർലി വുമണ്ണെ, അതായത് വയസ്സായ സ്ത്രീയെ ഈ വ്യക്തി കൊല്ലാൻ നോക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഫ്രാൻസിസും ഡോക്ടർ ഓൾസണും ക്വസ്റ്റ്യൻ ചെയ്തു. ക്രിമിനൽ കൺഫസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽഡർലി വുമണ്ണെ ഞാൻ കൊല്ലാൻ നോക്കിയതാണ്, പക്ഷേ ബാക്കിയുള്ള ഡെത്തിലൊന്നും എനിക്ക് പങ്കില്ലെന്ന് ഈ ക്രിമിനൽ പറയുവാണ്. അത് ആരാണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല. അപ്പം ആ ക്രിമിനൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടല്ലോ ടൗണിൽ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നൈസായിട്ട് ഇതും കൂടെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ മറ്റേ 2 കൊലയ്ക്കും ഇയാളല്ല ചെയ്തതെന്ന് ഇയാൾ കൺഫസ് ചെയ്യുവാണ്. ആരാണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ, ആരാണ് ഈ കൊലപാതക ക്രിമിനൽ എന്നൊന്നും പറയുന്നില്ല. ആ രാത്രിയിൽ ഫ്രാൻസിസ് എന്ത് ചെയ്യുമെന്ന് കാലിഗറിയെ ഇങ്ങനെ സ്പൈ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. അപ്പം നോക്കിയപ്പം കാലിഗറി ആ ബോക്സിനകത്ത് ഉറങ്ങിയുവാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം കാലിഗറിയെ സ്പൈ ചെയ്യാൻ വേണ്ടി അവിടെ പോവുകയാണ്. അപ്പോൾ സിസേറി ബോക്സിൽ കിടന്ന് ഉറങ്ങുന്നതാണെന്നു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസേറി ശരിക്കും യഥാർത്ഥത്തിലുള്ള സിസേറി ജെയിനിന്റെ വീട്ടിൽ ജെയിനിന്റെ റൂമിനകത്തോട്ട് കയറുന്ന കണ്ടു. ജെയിൻ ഉറങ്ങുക. എന്നിട്ട് ആ നൈഫ് വെച്ചിട്ട് യഥാർത്ഥത്തിലുള്ള സിസേറി സ്റ്റാബ് ചെയ്യാൻ വേണ്ടി പോവുക. പക്ഷെ കുത്താൻ നേരത്ത് കുത്തിയില്ല. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവളെ തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് വിൻഡോയിലൂടെ. അപ്പം ആളുകളെല്ലാം കൂടെ എന്ത് ചെയ്തു, വളരെ ആംഗ്രി ആയിട്ട് ഇയാളെ പിടിക്കാൻ വേണ്ടി ഓടി. അപ്പോൾ സിസേറി ജെയിനെ അവിടെ താഴെ തള്ളിയിട്ടിട്ട് ഓടിക്കളഞ്ഞു. എന്നിട്ട് ഇയാൾ ഒരു സ്ഥലത്ത് ഓടിയപ്പം ഇയാളങ്ങ് തളർന്ന് വീണിട്ട് ഇയാൾ അവിടെ കിടന്ന് മരിച്ചു. അപ്പോൾ ഫ്രാൻസിസ് കൺഫേം ചെയ്തു ക്രിമിനൽ, അതായത് ഈ ഒരു ക്രിമിനൽ അല്ല, ശരിക്കും പറഞ്ഞാൽ ജെയിനിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആളല്ല, മറ്റേ 2 കൊലപാതകവും ചെയ്തു. അപ്പം വേറെ ആരോ ആണ് ക്രിമിനൽ എന്ന് ഫ്രാൻസിസിന് മനസ്സിലായി. അപ്പോൾ ഫ്രാൻസിസും പോലീസും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു കാലിഗറിയുടെ ആ ഒരു ഷോയൊക്കെ. ആൻഡ് ഡിസ്കവർ ചെയ്തു സിസേറി എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞാൽ ഒരു ഡമ്മിയാണ്. ആ ബോക്സിനകത്ത് കിടന്നുറങ്ങുന്നത് ഒരു ഡമ്മി പീസാണ്. അപ്പോൾ കാലിഗറി ഈ ഒരു കൺഫ്യൂഷൻ്റെ ഇടയ്ക്ക് എസ്കേപ്പ് ചെയ്യുകയും ചെയ്തു.
യഥാർത്ഥത്തിലുള്ള സിസേറി മരിച്ചു, ഇപ്പോൾ ബോക്സിനകത്ത് കിടന്ന് ഉറങ്ങുന്ന സിസേറി എന്ന് പറയുന്ന വെറും ഡമ്മയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രാൻസിസ് ഫോളോ ചെയ്തു കലിഗറിയെ. അയാളൊരു ഒരു മെന്റൽ അസൈലത്തിലോട്ട് കയറി പോകുന്ന കണ്ടു, ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലെ ഏരിയയിലോട്ട് കയറി പോകുന്ന കണ്ടു. ഫെർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഫ്രാൻസിസ് വളരെ ഷോക്ക്ഡായി. എന്താണ്, കലിഗറി തന്നെയാണ് ഈ മെന്റൽ അസൈലത്തിന്റെ ഡയറക്ടറും. അപ്പം ഈ ഒരു മെന്റൽ അസൈലം അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലെ ആ സ്റ്റാഫിന്റെ സഹായത്തോടുകൂടി ഫ്രാൻസിസ് ഇയാളുടെ റെക്കോർഡുകളും ഡയറിയും ഒക്കെ പരിശോധിച്ചു ഇയാൾ ഉറങ്ങിയ സമയത്ത്. അപ്പോൾ ആ റൈറ്റിംഗ്സിനകത്ത് ഇയാൾ നോക്കിയപ്പോൾ കണ്ടത് ഒരു 18th സെഞ്ചുറി മിസ്റ്റിക്കിന്റെ പേരാണ് കലിഗറി എന്നുള്ളത്. ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു യോഗി പോലെ ഒരാളുടെ പേരാണ് കലിഗറി എന്ന് പറയുന്നത്. അയാള് ഈ സോംനാംബുലിസ്റ്റ് ആയിട്ടുള്ള സിസേറിയെ നോർത്തേൺ ഇറ്റാലിയൻ ടൗൺസിൽ മർഡർ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇയാൾക്ക് എന്താണ് 18th സെഞ്ചുറിയിൽ, അതായത് ഇയാൾ ഒരു ഒബ്സസ്ഡ് ആണ് നമ്മുടെ ഡോക്ടർ കലിഗറി. ഇയാൾ ഈ പേരൊക്കെ എടുത്തത് പണ്ട് ഇതുപോലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കലിഗറി എന്നുള്ള, അവരിൽ നിന്ന് ഒബ്സസ്ഡ് ആയിട്ട് ഇയാൾ ആ പേരൊക്കെ എടുത്തതാണ്. അപ്പോൾ ഡയറക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് പണ്ട് ജീവിച്ചിരുന്ന കലിഗറിയെ കുറിച്ച് ഒരുപാട് അറിയുകയും അയാൾ നടത്തിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇയാളിൽ പരീക്ഷിക്കുകയും ചെയ്തതാണ്. ഓക്കെ, ആൻഡ് അത് മെന്റൽ അസൈലത്തിലെ ഒരാളാണ് സിസേറി എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ ആ രോഗിയുടെ പുറത്ത് ഇയാൾ ഈ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്ത് ഇയാളുടെ അടിമയാക്കി വെച്ചിരിക്കുമായിരുന്നു. പണ്ടത്തെ കലിഗറി എന്തൊക്കെയാണോ എക്സ്പെരിമെന്റ്സ് ചെയ്തത് അതുപോലെ ചെയ്തു വെച്ചേക്കുവാണ്. അങ്ങനെ അസൈലം, അതായത് ഈ നമ്മുടെ കലിഗറി എന്താണ് ആ സമയത്ത് പറയുവാണ് എനിക്കും കലിഗറിയെ പോലെ ആവണം എന്നിങ്ങനെ പറഞ്ഞ് അയാൾ ഇങ്ങനെ നടക്കുമായിരുന്നു. ഫ്രാൻസിസും ഡോക്ടേഴ്സും കൂടി പോലീസിനെ വിളിച്ചു കലിഗറിയുടെ ഓഫീസിലോട്ട്. ആൻഡ് അവിടെ വെച്ച് സിസേറിയുടെ കോർപ്സ്, ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തു. കാലിഗറി അപ്പം ആ സമയത്ത് ഒരു സ്റ്റാഫിനെ അറ്റാക്ക് ചെയ്തു. അവസാനം അയാളെ എന്ത് ചെയ്തു, ആ മെന്റൽ അസൈലത്തിൽ തന്നെ പേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പം നറേറ്റീവ് ഇപ്പോൾ കാണിക്കുന്നത് പ്രസന്റ് ആ ഒരു ടൈമിലോട്ടാണ്. ഫ്രാൻസിസ് സ്റ്റോറി പറഞ്ഞ് തീർക്കുവാണ്. ഒരു ട്വിസ്റ്റ് എൻഡിങ് ഉണ്ട്. ഫ്രാൻസിസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മെന്റൽ അസൈലത്തിലെ ഇൻമേറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജെയിനും സിസേറിയും പേഷ്യൻസും തന്നെയാണ്. ജെയിൻ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾ ക്യൂനാണെന്നും സിസേറി എന്ന് പറയുന്നത് ഒരു സോംനാംബുലിസ്റ്റ് അല്ലെന്നും അതായത് ഈ ഫ്രാൻസിസ് വിളിച്ചിരുന്ന ഈ മനുഷ്യനുണ്ടല്ലോ ഡോക്ടർ കലിഗറി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മെന്റൽ അസൈലത്തിൽ തന്നെ ഡയറക്ടർ തന്നെയാണ്. അപ്പം ഇതെല്ലാം എന്താണെന്നാണ് പറയുന്നത്, ഫ്രാൻസിസ് ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് ഇത്. ഇത്രയും ഫ്രാൻസിസും മെന്റൽ ഹോസ്പിറ്റലിലാണ്, ജെയിൻ എന്ന് പറയുന്ന പെൺകുട്ടിയും മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഇതെല്ലാം അവിടുത്തെ ആളുകൾ മാത്രമാണ്. ഈ ആളുകളെ വെച്ചിട്ട് ഫ്രാൻസിസ് ഒരു സ്റ്റോറി നമ്മളോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ കലിഗറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാ, അവിടുത്തെ ആ മെന്റൽ അസൈലത്തിലെ ഡയറക്ടറാണ് ഡോക്ടർ കലിഗറി. അല്ലാതെ അയാളൊരു ക്രൂവലായിട്ടുള്ള മനുഷ്യനോ ഒന്നും അല്ല. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രാൻസിസ് എന്ത് ചെയ്യുവാണ്, ഡോക്ടർ കലിഗറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അയാളെ ഫ്രാൻസിസിനെ ഒരു സെപ്പറേറ്റ് സെല്ലിലാക്കി മാറ്റുന്നുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഫ്രാൻസിസ് ഈ കലിഗറിയുടെ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കുന്നത്. അസൈലം ഡയറക്ടർ പറയുവാണ് ഫ്രാൻസിസിന്റെ ഡെല്യൂഷൻ മനസ്സിലായതുകൊണ്ട് ഇപ്പം അയാൾക്ക് നല്ല രീതിയിൽ ഇയാളെ ക്യൂർ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊലപാതകവും ഈ കഥയും അതൊക്കെ ആരുടെ സൃഷ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ, ഫ്രാൻസിസ് ആക്ച്വലി മെയ്ഡ് അപ്പ് ദ സ്റ്റോറി ആൻഡ് ഫ്രാൻസിസ് ഈസ് ആക്ച്വലി ആൻ ഇൻമേറ്റ് ഓഫ് ദിസ് മെന്റൽ അസൈലം. Francis is not at all mentally well and Jane is another patient in the mental asylum. Okay, so there is no such character named Dr. Caligari. Actually, Dr. Caligari എന്നുള്ള ഈ ഒരു ക്യാരക്ടറിനെ മെന്റൽ അസൈലത്തിലെ ഡയറക്ടറിനെ അങ്ങ് ആക്കി വെച്ചേക്കുവാണ് നമ്മുടെ ഫ്രാൻസിസ്. അതായത് മെന്റൽ അസൈലത്തിലെ ഡയറക്ടർ വരുമ്പോൾ ഇവന് തോന്നുന്നത് ഡോക്ടർ കലിഗറി വരുന്ന പോലെ. ഇവൻ ഉണ്ടാക്കിയ ഒരു കഥയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഫ്ലാഷ് ബാക്ക് പോലെ കേട്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഇതിനകത്ത് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാർക്കാണ്, വളരെ ട്വിസ്റ്റഡ് ആയിട്ടൊരു സ്റ്റോറിയാണ് അല്ലേ, കുറച്ച് സ്ട്രേഞ്ച് ആണ് കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ ഈ സെറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ, ഞാൻ പറഞ്ഞില്ലേ സ്ട്രീറ്റ്സ് ഒക്കെ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു കിടക്കുന്ന സ്ട്രീറ്റ്സ് ആണ്, നേരെയുള്ള ലാൻഡ്സ്കേപ്പ് ഒന്നുമില്ല, എല്ലാം ട്വിസ്റ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടെന്ന്. അതായത് ഈ മെന്റൽ പേഷ്യന്റിന്റെ ഇമാജിനേഷനിലൂടെ നടക്കുന്ന കഥയായതുകൊണ്ട് ഒന്നും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ കഥയിൽ നടക്കുന്നത്. എല്ലാം ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും, ഒരു ആളുകളെ എടുത്താലും ലാൻഡ്സ്കേപ്പ് എടുത്താലും സ്റ്റോറി എടുത്താലും ക്യാരക്ടേഴ്സ് എടുത്താലും എല്ലാം സ്ട്രേഞ്ച് ആണ്. ഇപ്പൊ സെറ്റ് ആണെങ്കിലും എങ്ങനെ സ്ട്രേഞ്ച് ആണ്. കാരണം എന്താണ്, ഇതൊരു മെന്റൽ പേഷ്യന്റ്, ബിക്കോസ് ദ സ്റ്റോറി ഹാപ്പൻസ് ഇൻസൈഡ് ദി മൈൻഡ് ഓഫ് എ മെന്റൽ പേഷ്യന്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുവാണ്, ആ കഥയും ആ കഥാപാത്രങ്ങളും എല്ലാം ട്വിസ്റ്റഡ് ആയിട്ടാണ് നമ്മളെ TV-ക്കകത്ത് ഫിലിമിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ പോലും എല്ലാം ട്വിസ്റ്റഡ് ആണ്. കാരണം അത് ഹാപ്പൻ ചെയ്യുന്നത് ഒരാളുടെ മൈൻഡിലായതുകൊണ്ട്, അതൊരു മെന്റലി ഡിസ്റ്റർബ്ഡ് മനുഷ്യന്റെ മൈൻഡിലായതുകൊണ്ട്. ഓക്കെ, വാൾസ് അതായത് ഭിത്തിയൊക്കെ ആണെങ്കിൽ ടിൽറ്റഡ് ആണ്, വിൻഡോസ് ഒക്കെ ആണെങ്കിൽ വളഞ്ഞിരിക്കുവാണ്. സ്റ്റെയർ കേസ് ഒക്കെ എന്ന് പറയുന്നത് ഒരുമാതിരി ഡയഗണൽ ഷേപ്പിലെ സ്റ്റെയർ കേസ് ആണ്. ട്രീസിനൊക്കെ നല്ല മൂർച്ച കൂടിയ ഇലകളാണുള്ളത്.
ഗ്രാസ് ഒക്കെ നിൽക്കുന്നത് ഇല്ല കത്തി പിച്ചാത്തി നിൽക്കുന്ന കണക്കാണ് പുല്ല് നിൽക്കുന്നത്. അപ്പോൾ ബോൾഡ് ബ്ലാക്ക് പെയിന്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ സെറ്റിലെല്ലാം. അതുപോലെ തന്നെ ഈ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്. ഷാഡോസ് ഈ ലൈറ്റിന്റെ ഡിം ലൈറ്റ് ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിൽഡിങ്സ് എന്ന് പറയുന്നത് വളരെ ഗ്രൂപ്പായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോഴേ നമുക്കറിയാം എന്തോ ഒരു പണ്ടികേട് ഉണ്ടല്ലോ എന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ജർമ്മൻ എക്സ്പ്രഷനിസം ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. വിഷ്വൽ സ്റ്റൈലിൽ തന്നെ, അതായത് ആൻസൈറ്റി ടെററൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ഒരു നൈറ്റ് മെയർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. പിന്നെന്താണ്, ഈവിളിനെയാണ് അവിടെ കുറച്ച് ഈവിളിഷ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു റിയലിസ്റ്റിക് ലൊക്കേഷൻസിനെക്കാട്ടിൽ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിയലിസ്റ്റിക്കിനെ അൺറിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുകയാണെന്നേ ഉള്ളൂ. മെമ്മറീസ് ആണ്, ഒരാളുടെ നറേറ്ററിന്റെ മെമ്മറീസ് ആയിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശരിക്കും അയാളുടെ മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അയാൾ മെമ്മറീസ് പോലെ പറയുന്നത് അല്ലെ. അയാൾ കുക്കപ്പ് ചെയ്തൊരു സ്റ്റോറിയാണിത്. മെന്റൽ ബ്രേക്ക് ഡൗണിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്രഷനിസ്റ്റ് പെയിന്റിങ്സ് എക്സാമ്പിൾ നിങ്ങൾ സ്ക്രീമായിട്ട് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ആ സ്ക്രീം ചെയ്യുന്ന ആ ഒരു ഫിഗർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റലി ഡിസ്റ്റർബ്ഡ് ഫിഗറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് മാഡ്നെസ്സും കൂടി നിങ്ങളൊന്ന് പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയും ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.